എന്നാലും ആക്സിഡന്റ് ഒന്നും പറയണ്ടായിരുന്നു. പാവം അവൾ ഒരുപാട് ടെൻഷനായി കാണും. ചേട്ടൻ ഒരു കാര്യം അറിയോ? എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ചേട്ടൻ കുറച്ച് കഴിയുമ്പോ എങ്ങനെ എത്തുമല്ലോ. വേദാന്തിന് ആക്സിഡന്റ് ആയിന്ന് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും ടെൻഷനാവും. അതുകൊണ്ട് അതൊന്നും പറയാനും പറ്റില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ അമ്മയും ബഹളം ഉണ്ടാക്കും. ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് അമ്മ എന്തായാലും എന്നെ പോകാൻ വിടില്ല. കാര്യം പറയാനും പറ്റില്ല. എനിക്ക് കള്ളം പറയാനും പറ്റില്ല, സത്യം പറയാനും പറ്റില്ല. അമ്മോ, അമ്മോ, മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ടേ എരിവ് കൂടുതലിട്ട് ഉണ്ടാക്കിയത്. വാ കഴിക്കാം. എന്ത് പറ്റി മോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ, അത് എനിക്ക് അർജന്റായിട്ട് ഒന്ന് ഓഫീസിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനെത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? വാ, ഒന്ന് ആഹാരം കഴിച്ചിട്ട് വയ്ക്കോ. വേഗം വാ, ചൂടോടെ കഴിച്ചിട്ട് വയ്ക്കോ. ചൂടുമായി പിന്നെ കഴിക്കാൻ കൊള്ളില്ല. സമാധാനമായിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോകാൻ പറ്റില്ല അച്ഛാ. ഞാൻ ഇന്നിപ്പോ ഇനി ഓഫീസിലേക്ക് പോവാണെന്നറിഞ്ഞ അമ്മയ്ക്ക് വെറുതെ ഇനിയും ടെൻഷൻ ആയാലോ. പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ഇന്നലത്തെ പോലെ എന്തെങ്കിലും പറഞ്ഞാലോ. ശരി, ഇന്നിപ്പോ പോണെന്ന് വളരെ അത്യാവശ്യമാണ് മോളെ. വായിക്കുവാണോ? അല്ല, ബുക്ക് തിന്നുകൊണ്ടിരിക്കുക. ക്യാൻറ്റീനിൽ കുറച്ച് ജോലിയുണ്ട്. അച്ഛനും അമ്മ ഇങ്ങോട്ട് പോന്നു. അച്ഛനാ പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ഒന്ന് വരുമായിരുന്നെങ്കിൽ ജോലിയൊക്കെ തീർക്കായിരുന്നു. നിനക്ക് കണ്ണ് കാണുന്നില്ലേ? ഞാൻ വായിക്കുക. തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമുക്ക് വേഗം പോയിട്ട് വരാം. എക്സാമിങ് അടുത്തു കഴിഞ്ഞാ പിന്നെ പഠിക്കാനൊന്നും സമയം കിട്ടില്ല. നിന്നെ പോലെ ലാസ്റ്റ് ടൈമിൽ തുണ്ട് വെച്ച് ജയിക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. പഠിച്ചേ പറ്റൂ. വരാൻ പറ്റില്ല. ആരതി ചേച്ചി പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരെയില്ലായിരുന്നു. അത് ഓർത്തിട്ട് മാത്രമോ സംസാരിച്ചേ. അപ്പൊ നിങ്ങൾ എന്നോട് വലിയ ആളെ പോലെ സംസാരിക്കുന്നോ? എന്താ പിന്നെ ഇവിടെ നിൽക്കുകയാണോ? പറഞ്ഞത് കേട്ടില്ലേ? നീ ചെല്ലാൻ നോക്ക്. ധ്രുവ പ്ലീസ്, ഒന്നെന്റെ കൂടെ വരുമോ? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ ജോലി തീർത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെ നിൽക്കുവാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി പോവില്ലേ? അച്ഛനും അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, ഇന്നലെ വരെ മുഖത്ത് നോക്കിയില്ല, ഒന്ന് സംസാരിച്ചുമില്ല. ഇന്ന് ഹെൽപ്പ് വേണം അല്ലേ? അതുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കുക. ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാ പോരെ. എന്തിനാ ഇത്ര സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത്? സർക്കാസ്റ്റിക്കും ഇല്ല, പ്ലാസ്റ്റിക്കും ഇല്ല. നിങ്ങൾ പെൺകുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം മതി. മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കരുത്. എല്ലാ പെൺകുട്ടികളുടെ പോലെയല്ലേ ഞാനും ആവുള്ളൂ. നിങ്ങളുടെ മനസ്സിലെ പെൺകുട്ടികളെ കുറിച്ചൊരു വിഷൻ ഉണ്ട്. അതല്ല എന്റെ മേലെ വെറുതെ അടിച്ചേപ്പിക്കണ്ട. ഈ നാക്കിന് മാത്രം ഒരു കുറവുമില്ല. നിനക്കൊരു കൊമ്പ് കൂടുതലാ. കൊമ്പ് മാത്രമല്ല, വാലും ഉണ്ടെന്ന് വെച്ചോ. അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ. പാവല്ലേ സംസാരിക്കാന്ന് വെച്ചപ്പോ നാട്ടിൽ വേറെ ആമ്പിള്ളേരില്ലാത്ത പോലെ സംസാരിക്കല്ലേ. ഇത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല. ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് ഇത്ര പഠിക്കാനുണ്ടെങ്കിൽ ഡെയിലി കോളേജിൽ പോകുന്ന എനിക്ക് എത്ര പഠിക്കാനുണ്ടാവും? നിങ്ങൾ ധ്രുവ മേനോനാണെങ്കിൽ ഞാൻ അതിഥി മണികണ്ഠനാണെന്ന് മറക്കരുത് കേട്ടോ.
എങ്ങോട്ടാ വിക്കി ഇപ്പൊ പോകുന്നേ? അതും ഈ സമയത്ത്? അത് ആരതി അർജന്റായിട്ടൊരു ജോലിയുണ്ട്, ഇപ്പൊ തന്നെ പോണം. ഓഫീസ് വർക്കാണോ വിക്കി? അതെ അതെ അതെ. ഇന്ന് മുഴുവൻ വിക്കി വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെക്കാളും ജോലിയും കൂടുതലാണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിക്കി? തിങ്സ് ആർ ഗെറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ആരതി. അങ്ങനെയാണോ? എന്താ പറ്റിയത്? നീ പറഞ്ഞത് ശരിയാണ് ആരതി, അച്ഛനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്നുവെച്ചാ ആ കാര്യത്തിന് വേണ്ടിയാണോ വിക്കി ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത്? പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറ. നീ അത് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. അങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രമുള്ളൊരു വിഷയമല്ലത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല വിക്കി. കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എല്ലാം മനസ്സിലാവില്ലേ? പറയാതെ പോയാ എനിക്കിവിടെ ഇരുന്ന് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നോ അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇപ്പൊ വരാൻ നിൽക്കണ്ട. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാൻ വിക്കിയുടെ ഭാര്യയാണ്. സുഖത്തിലും ദുഃഖത്തിലും എല്ലാറ്റിനും ഞാൻ കൂടെ ഉണ്ടാവണ്ടേ? എന്നിട്ട് വിക്കി ഒരു പ്രശ്നത്തിലാവുമ്പോ ഞാനിവിടെ സമാധാനത്തോടെ ഇരിക്കണം എന്നാണോ വിക്കി പറയുന്നേ? കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഞാൻ അങ്ങനെ തന്നെയല്ലേ കൂടെ നിന്നിട്ടുള്ളൂ. പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഞാൻ അറിയുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒരു കാര്യമില്ല. എനിക്കതൊന്നും അറിയണ്ട വിക്കി. വിക്കി പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കൂടെ വരും. ഞാൻ കൂടെ വരണ്ട എന്നാണെങ്കിൽ വിക്കി ഇവിടുന്ന് പോവാൻ വേണ്ട, അത്രേ ഉള്ളൂ. എന്നാ പോയി റെഡി ആയിട്ടോ. കഥയില് വലിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ചേച്ചി മൂത്ത മോന്റെ ലവ് സ്റ്റോറി ഓർത്ത് തല പോയിക്കുമ്പോ ഇവിടെ രണ്ടാമത്തെ മകൻ അമ്മയുടെ ഹിസ്റ്ററി തിരക്കി നടക്കുകയാണല്ലോ. പാവം വിക്കി ആരോ കുഴിച്ച കുഴിയില് പാവം തന്നെ പോയി വീഴാൻ പോവാണല്ലോ. പക്ഷെ മോനെ, അങ്ങനെ ഒരു കുഴി പോയി വീഴാൻ ഈ മാമൻ സമ്മതിക്കുവോ? ഞാൻ ആ ഫോൺ ചെയ്തവനെ കണ്ടുപിടിച്ചിട്ട് നീ അയാളെ മീറ്റ് ചെയ്യുന്നത് ഞാൻ തടഞ്ഞിരിക്കും. ഇത് ഈ പരമാനന്ദന്റെ ചലഞ്ചാണ്. അച്ഛാ, ഒരച്ഛനും ചെയ്യാത്ത കാര്യങ്ങളാ ഞാൻ ചെയ്തു എന്നൊന്നും കരുതണ്ട. തന്നെക്കാളും കൂടുതൽ മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമ്പോൾ താൻ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളുടെ മുഖം ഭംഗിപ്പോയ ഒരച്ഛനോട് സഹിക്കാനാവില്ല മോളെ. അച്ഛാ, എനിക്ക് അച്ഛനോട് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇനി നീ എന്തെങ്കിലും പറയാൻ നിൽക്കുകയാണെങ്കിൽ എന്നെ നിന്നെ നിന്റെ അമ്മ വിളിക്കുന്ന ഉറപ്പാ. നീ പോയിട്ട് വരെ, ഞാനെല്ലാം നോക്കിക്കോളാം. ആ മോളെ, ശരിപ്പെട്ടിട്ട് പോണേ. ശരി അച്ഛാ, ഞാൻ പോയി എടുത്തിട്ടോളാം. ചേട്ടാ, വേദാന്ത് ഓക്കെ ആണോ? സീരിയസ് ആയിട്ടൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? നിന്റെ അടുത്തല്ലേ ഉള്ളത്, നിനക്ക് തന്നെ നേരിട്ട് ചോദിച്ചൂടെ? അമൂല്യ, calm down, relax. വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനി എനിക്കൊന്നും പറ്റാത്തോണ്ടാണോ നീ ഈ കിടന്ന് കരയുന്നത്? പ്ലീസ്, നീ കരയല്ലേ. ഐ എം എക്സ്ട്രീംലി സോറി. നിന്നെ ഹേർട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല അങ്ങനെ ചെയ്തത്. നിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. നിന്റെ കണ്ണൊന്ന് നനഞ്ഞു കഴിഞ്ഞാ അതെനിക്ക് സഹിക്കില്ല. അതുമല്ല, നീ കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫാൻസിന് അത് സഹിക്കാൻ പറ്റിയെന്നും വരില്ല. ഞാൻ പോകുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതെന്തിനാ ലോക്ക് ചെയ്ത് സോർക്ക്? എനിക്ക് വീട്ടിൽ പോണം.
ഞാൻ സോറി പറഞ്ഞിട്ടും നിനക്ക് ദേഷ്യമാണോ? ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേറെ വഴി കണ്ടില്ല. അതിനുള്ള കാരണവും നിന്നുള്ള ഇഷ്ടമാ. There is a saying, everything is fair in war and love എന്ന്. നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. മിണ്ടി പോരുത്. ആയിക്കോട്ടെ, മിണ്ടെന്നേ ഇല്ല. പക്ഷെ ഞാൻ നിന്നെ പുറത്തേക്ക് വിടില്ല. നമ്മളൊരു യാത്ര പോവാ. അത് നടക്കില്ല. അതെന്താ നടക്കാത്തെ? അതൊന്നും പറയാൻ പറ്റില്ല. അത് വലിയ പ്രശ്നവും. ഇനി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. വാട്ട്? നീ എന്താ ഈ പറയുന്നേ? പറയാനുള്ളത് തന്നെയാ പറഞ്ഞത്. ഇനി ഇങ്ങനെ നടന്ന വലിയ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. എന്നെ കാണാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ കണ്ടില്ലേ, വരാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. ഇപ്പൊ എന്താ? ഇവിടെ ഇരുന്നോട് നിനക്ക് സംസാരിക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ? അതെ, അത് പ്രശ്നമാണ്. ഓക്കെ, ആ സീറ്റ് ബെൽറ്റ് ഇട്. മോനെ, ഞാൻ കുറച്ച് മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോനത് പോയിട്ട് കഴിക്കും. ശരി അങ്കിൾ. എന്താ അങ്കിൾ ഇത്ര കാര്യമായിട്ട് ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നേ? ചുമ്മാ നോക്കിയിരുന്ന മോനെ. അങ്കിൾ ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാ, നന്നായിട്ടുണ്ട്. അങ്കിൾ കഴിച്ചോ? ഇല്ല മോനെ, മക്കളാരും കഴിച്ചില്ല. അവര് കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അങ്കിൾ എടുത്ത് കഴിക്ക്, അവരൊക്കെ വന്ന് കഴിച്ചോളും. പ്രധാന വാർത്തകൾ. എറണാകുളത്ത് മാർക്കറ്റ് റോഡിനടുത്ത് ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് 4 പേർ മരിച്ചു. മണ്ണിനടിയിൽ ആൾക്കാർ കൂടുതലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ തിരച്ചിൽ ആരംഭിച്ചു. കണ്ണ, ഇത് നമ്മുടെ ക്യാൻറ്റീനിന്റെ അടുത്തല്ലേ? പാവം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നേ. മരിച്ചവരിൽ 4 പേരും സ്ത്രീകൾ തന്നെയാണ്. തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന 70 വയസ്സുള്ള വൃദ്ധ, അവരുടെ 20 വയസ്സുള്ള ചെറുമകൾ, തൊട്ടടുത്ത കടയിലുണ്ടായിരുന്ന യുവതി എന്നിവരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ക്യാൻറ്റീനിൽ കുറച്ച് ജോലിയുണ്ട്. അച്ഛനും അമ്മ ഇങ്ങോട്ട് പോന്നു. അച്ഛനാ പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ഒന്ന് വരുമായിരുന്നെങ്കിൽ ജോലിയൊക്കെ തീർക്കായിരുന്നു. ഒറ്റയ്ക്ക് പോയാ ഒരുപാട് ലേറ്റ് ആവില്ലേ? സമാധാനായിട്ട് കഴിക്കേ. കഴിക്കുമ്പോ എന്തൊക്കെ ആലോചിക്കുന്നേ? അതും ആലോചിച്ച് കഴിച്ചാലേ തൊണ്ടയിൽ കുടുങ്ങും. അങ്കിൾ അതിഥി വന്നോ? വന്നിട്ടില്ല, ലേറ്റ് ആവുമെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്താ മോനെ, എന്തു പറ്റി? എങ്ങോട്ടാ പോകുന്നേ? അങ്കിൾ ഞാൻ വേഗം വരാം. ആ, ഈ ന്യൂസിലൊക്കെ ഇപ്പൊ കൊല്ലും കൊലയും മോഷണമൊക്കെ മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങളൊന്നും വാർത്തയാക്കുന്നേ ഇല്ല. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തു വിട്ട് വരാം. നീ എങ്ങോട്ട് പോവാ? അതെന്തിനാ പുറത്തേക്ക് പോകുമ്പോ അങ്ങനെ ചോദിക്കുന്നത് സുഹാസിനി? ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോ എങ്ങോട്ട് പോകുന്നു ചോദിക്കാൻ പാടില്ല. അമ്മേ, എല്ലാ കാര്യത്തിനും ഇങ്ങനെ പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കരുത്. ഞാൻ കാഷ്വലായിട്ട് അത് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. നിനക്കിപ്പോ പഴയ കാലത്തെ ആളുകൾ ഉണ്ടാക്കിയ പല ആചാരങ്ങളും തെറ്റായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അതൊന്നും അവര് വെറുതെ ഉണ്ടാക്കിയതല്ല. ഇതിനെല്ലാറ്റിനും പിന്നിൽ എന്തായാലും ബലമായ കാരണങ്ങളുണ്ട്. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? കഷ്ടം തന്നെ. അമ്മ പറഞ്ഞത് കേട്ട് നിങ്ങൾ വെറുതെ ടെൻഷൻ ആവുമെന്ന് വേണ്ട. അത് പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്ന കണ്ടോണ്ട് ചോദിച്ചതാ, അതല്ലാതെ വേറൊന്നുമില്ല. അമ്മേ, അത് ഞങ്ങള് വിക്കി എന്നെ ഒരു ഡിന്നറിന് കൂട്ടിക്കൊണ്ട് പോവാമേ. ഒരുപാട് നാളായില്ലേ. എന്നാ ശരി, പോയിട്ട് വാ. സൂക്ഷിച്ചു പോണേ. ചേച്ചി ബൈ. നീ ഇതെങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാണ്, എന്തിനാണ് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. ഒരു കാര്യം മാത്രം ഓർത്തോ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നും പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും അത് പ്രശ്നമാകും.
മക്കളെ, അവർ രണ്ടുപേരും ഇവിടുന്ന് പോയോ? നീ എന്തായാലും അപശകുനം പോലെ ഓരോന്ന് ചോദിച്ചു, അതുകൊണ്ട് പ്രസാദം കൊടുത്തു വിടാന്ന് വിചാരിച്ചു. അതിനു മുമ്പേ രണ്ടുപേരെയും പറഞ്ഞു വിട്ടല്ലോ. അവര് പോയാലെന്തമ്മേ, ഞാനുണ്ടല്ലോ. ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാ. എനിക്ക് അമ്മയുടെയും ദൈവത്തിന്റെ അനുഗ്രഹം വേണം. ഞാൻ കഴിച്ചോളാം, അതും കൂടെ തന്നെ. ആഹാഹാ. ഇങ്ങനെ ഒരുത്തിന് എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. എന്റെ കഷ്ടകാലം. നാക്കിന് ഒരു കുഴപ്പമില്ല. ഇത് പിടിക്കൂ സിസ്റ്റർ. ബൈ മമ്മി. ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയും ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർദിങ്കളറിയാതെ കാർ നിർത്ത്. അതെന്തിനാ? കാർ നിർത്താനല്ലേ പറഞ്ഞേ? ഗുരുവായൂരപ്പ, അതിനെന്തിനാ നീ കിടന്ന് കാറുന്നേ? ഒന്ന് പതുക്കെ പറഞ്ഞൂടെ? ഇനി ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിക്കും. ഇപ്പൊ അത് തന്നെയാണല്ലോ ചെയ്തത്. അകത്ത് കയറിയിരിക്കാം അമ്മോ. പുറത്ത് നിക്കല്ലേ, നല്ല തണുപ്പുള്ളതാ. ഇന്ന് കൊച്ചിയിലെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. എന്തിനാ വെറുതെ നനയാ നിക്കുന്നേ? നീ കേറിയിരിക്കേ. നിക്കുന്നത് ഞാനല്ലേ, അതിന് നിങ്ങൾക്കെന്താ? ഞാൻ കണ്ണൻചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആയിക്കോട്ടെ, ഓക്കെ. അകത്ത് കയറിയിരിക്കാം അമ്മോ. പുറത്ത് നിക്കല്ലേ, നല്ല തണുപ്പുള്ളതാ. ഇന്ന് കൊച്ചിയിലെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. എന്തിനാ വെറുതെ നനയാ നിക്കുന്നേ? നീ കേറിയിരിക്കേ. നിക്കുന്നത് ഞാനല്ലേ, അതിന് നിങ്ങൾക്കെന്താ? ഞാൻ കണ്ണൻചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആയിക്കോട്ടെ, ഓക്കെ. കോംപ്രമൈസ് ഒരു ചെറിയ വേർഡാണെങ്കിലും അതിന്റെ എഫക്റ്റ് ഒരുപാട് വലുതാ. യൂഷ്വലി ഈ പ്രേമത്തിലൊക്കെ പെൺകുട്ടികൾ വഴക്കിടുമ്പോ ആൺകുട്ടികള് അവരുടെ സ്നേഹം എത്രത്തോളം വലുതാണെന്ന് പെൺകുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. ഇതും അതുപോലെ തന്നെയാ.
എന്റെ മനസ്സിൽ നിന്നെ ഓർക്കുമ്പോഴേ 4 വരി കവിതയാ വരുന്നത്. അതിപ്പോ പാടുന്നത് കറക്റ്റ് ആയിരിക്കും. പാടിത്തരട്ടെ, കേട്ടു നോക്ക്. മൊഴിഞ്ഞു തീരാത്ത മൗനമായി, പെയ്തൊഴിയാത്ത മഴയായി, ഇതൾ കൊഴിയാത്ത പൂവായി, തിരയടങ്ങാത്ത കടലാണ് എന്റെ പ്രണയം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അത് ആരോടെങ്കിലും പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. എനിക്ക് കാര്യം മനസ്സിലായി. ഇനി പോവാലോ അല്ലേ?